നമുക്കിന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഭയങ്കര വൈറൽ ആയിട്ടുള്ള, ഇപ്പോഴും വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞി താരമാണ്. ഗംഗക്കുട്ടിയാണ്. ഗംഗക്കുട്ടി ഒരു വയലിനിസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഇന്ന് നമുക്ക് വേണ്ടി പ്ലേ ചെയ്യുന്നുണ്ട്. ഒന്ന് കേട്ടാലോ?
നന്നായിരുന്നു കേട്ടോ മോളെ. ഞാൻ നേരത്തെ പല കച്ചേരികളും വായിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, തകിലൊക്കെ ആയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാനിതിന്റെ പ്രൊഡ്യൂസർ സിന്ധുവായിട്ട് ഞാനിങ്ങനെ സംസാരിക്കുകയായിരുന്നു. കാരണം ഇതുപോലത്തെ ഉള്ള കുട്ടികൾ നമുക്ക് ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ വേണ്ടതെന്നൊക്കെ ചുമ്മാ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. പക്ഷെ ഇത് വന്ന് ഗംഗ വന്ന് വായിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നന്നായിട്ട് വായിച്ചു കേട്ടോ. നല്ല, കാരണം നിറന്നുമല്ല. എത്ര വയസ്സായി ഇപ്പോഴും? ഇപ്പൊ 11 11 വയസ്സിൽ ഇത്രയും വായിക്കണമെന്നുണ്ടെങ്കിൽ അത് മതി. എന്തായാലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് കീർത്തനങ്ങളും ഒരുപാട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് ഇതാണ്. സാഗരം പോലെ കിടക്കുന്നതാണ് ഈ ശാസ്ത്രീയ സംഗീതം. അല്ലെ ആരും അങ്ങ് അക്കരെയൊന്നും എത്തിപ്പെട്ടിട്ടില്ല. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ അലകളില്ലേ, നമ്മൾ കടപ്പുറത്ത് നിൽക്കുമ്പോൾ ആ അലകൾ മാത്രമേ എന്റെ കാലിൽ തട്ടിയിട്ടുള്ളൂ. അതിന്റെ അകത്തോട്ട് ഒരു 6 അടി പോലും പോകാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോളെ. കാരണം മോളുടെ ഈ പ്രായത്തിൽ മോൾ ഇത്രയും
പ്രാക്ടീസ് ചെയ്ത് വായിക്കണം എന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ആ ലോവർ റേഞ്ചിലൊക്കെ വായിക്കുമ്പോഴത്തേക്കും നല്ല ടോണാണ്, എക്സലന്റ് ടോണാണ്. അതൊരു ഭാഗ്യമാണ്, അങ്ങനെ ഒരു ടോൺ കിട്ടുക എന്നുള്ള ഒരു വലിയ ഭാഗ്യമാണ്. കാരണം സാധാരണ ഇപ്പം ഒരു 4 വയലിനുണ്ടെങ്കിൽ 10 വയലിനുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള വയലിനിസ്റ്റുകളെ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ അവരുടെ എല്ലാം ടോൺ വ്യത്യസ്തമായിട്ടുള്ള ടോണാണ്. മോക്കും അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ടോൺ ഗുരുവായൂരപ്പൻ തന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ബാക്കിയെല്ലാം ഇനി നമ്മളുടെ പ്രയത്നമാണ്. മോള് കുഞ്ഞാണ്, അപ്പം മോളുടെ പ്രയത്നമാണ് ഇനി മുമ്പോട്ട് പോകുന്നത് കേട്ടോ. തീർച്ചയായിട്ടും വലിയൊരു വയലിനിസ്റ്റ് ആയിട്ട് തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഗോഡ് ബ്ലെസ് യു. മക്കളെ കുറെ സന്തോഷം കേട്ടോ. കുറെ കുഞ്ഞിരുന്ന് വായിക്കുന്ന കാണുമ്പോ അതെന്താ പറഞ്ഞ അത്ഭുതമാണ്. അത് ഈ ഒരു പ്രായത്തില് മോളെക്കാളും വലിയതാണ് ആ വയലിൻ. സൈസ് നോക്കുമ്പോ അത് എനിക്ക് അതാണ് കൂടുതൽ കണ്ടത്. ആരാണ് ഗുരു മോടെ? ശ്രീ CS അനുരൂപ്. അപ്പൊ അനുരൂപിന്റെ അടുത്ത് എന്റെ സ്നേഹാന്വേഷണം അറിയിക്കാം മക്കള്. മോളെ ഉക്കിലായിട്ട് വായിച്ചിട്ടാ. ഞങ്ങളൊക്കെ കുറേയും കൂടെ ഒക്കെ പ്രായമായിട്ട് മോടെ സോളോ കച്ചേരികൾ ഇപ്പം വായിക്കുന്നതിന്റെ 100 ഇരട്ടി എന്താ പറയുക ഒരു തീപ്പന്ത പോലെ മക്കളിരുന്ന് വായിക്കുന്നത് കാണണം. ഞങ്ങൾ എല്ലാ അനുഗ്രഹവും ഉണ്ട് മക്കൾക്ക്, ഇനിയും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ലവ് യു മുത്തേ. ഇപ്പൊ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലെ ഗംഗാ തരംഗമാണ് അല്ലേ? ഞാൻ ആദ്യമായിട്ട് മോളുടെ വയലിൻ കേട്ടപ്പം ഞാൻ ശ്രീയേട്ടൻ പറഞ്ഞൊരു കാര്യം അതാണ് ആദ്യം ഞാനും പറഞ്ഞത്. നല്ല ടോണാണ്. അതെന്ന് പറയുന്നത് ഭയങ്കര ഒരു ദൈവാനുഗ്രഹമാണ് ശരിക്കും. അത് നമുക്കൊരു ഇൻസ്ട്രുമെന്റ് എല്ലാം നല്ലതാണ്, പക്ഷെ എന്നാലും ഒരു നല്ല രസമാണ് അത് കേൾക്കാനായിട്ട്, ടോൺ കേൾക്കാൻ. അത് മോളത് ആ മോളെ കണ്ടപ്പോ മോളുടെ ഒരു ദൈവീക ചൈതന്യം മക്കളുടെ മുഖത്തും അത് കാണാനുണ്ടത്. ശരിക്കും ഒരു ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു കുഞ്ഞാണ്. മോളുടെ അച്ഛന്റെ അമ്മയുടെ ആ ഒരു സന്തോഷം അതൊക്കെ ആ നേരത്ത് മോള വായിക്കുന്ന നേരത്ത് എല്ലാം കൂടെ നമുക്കത് മനസ്സിലായി, മിന്നി മറഞ്ഞു മനസ്സിൽ കൂടെ. ഓക്കെ മോളെ, എല്ലാ ബ്ലെസ്സിങ്സും വലിയ ഒരു വയലിനിസ്റ്റ് ആയിട്ട് ലോകമെമ്പാടും അറിയപ്പെടട്ടെ. ഈശ്വരൻ എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും മക്കൾക്ക് തരട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഗംഗക്കുട്ടി ഇവിടുത്തെ ഏറ്റവും വലിയ വെസ്റ്റേൺ വയലിനിസ്റ്റ് നമ്മുടെ ഫ്രാൻസിസ്, ഹെറാൾഡ്, എല്ലാരും, മണിയണ്ണൻ, ഫ്രാൻസിസ്, വലിയ ഫ്രാൻസിസ്, അവരൊക്കെ എന്ന് പറഞ്ഞാൽ വെരി വെരി സീനിയേഴ്സ്. ഫ്രാൻസിസ് എന്ന് പറയുന്നത് മോളെ ഞങ്ങൾ പണ്ടോട്ടെ ഫോളോ ചെയ്യാം. മോളുടെ പ്രോഗ്രാംസ് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വരുന്ന തൊട്ട് തന്നെ കാണാറുണ്ട് ഒത്തിരി പ്രോഗ്രാമുകൾ. പിന്നെ കൂടെ വായിക്കുന്ന ശ്രീകുമാരൻ, അവരെയൊക്കെ എനിക്ക് നന്നായി അറിയാം. അപ്പൊ അവരൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് മോളെ കുറിച്ച്. ഒത്തിരി സന്തോഷം. ശ്രീകുമാരേട്ടൻ പറഞ്ഞ കറക്റ്റ് ആണ്. ടോൺ അസാധ്യ ടോണാണ്. അതൊരു രക്ഷയില്ല. അത് കീപ്പ് ചെയ്യട്ടെ മോളെ. ഗോഡ് ബ്ലെസ് യു.